എല്ലാവർക്കും പ്രമ്യാസ് ഫുഡ് മിസ്സിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണിത്. അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് ചെറുപയറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ ചെറുപയർ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്ത ചെറുപയർ ഒന്ന് കുതിർത്ത് വെക്കണം. അതിനാവശ്യമായിട്ടുള്ള സാധാ പച്ചവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് ഒരു 5 മണിക്കൂർ കുതിരാനായിട്ട് മാറ്റി വെക്കാം. ഞാനിതിപ്പോൾ രാത്രിയാണ് കുതിർത്ത് വെച്ചിട്ടുള്ളത്. രാവിലെ ആയിട്ടുണ്ട്. ചെറുപയർ നന്നായിട്ട് കുതിർന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. അടുത്തതായിട്ട് വേറെ ഒരു ബൗളിലേക്ക് 1 കപ്പ് ഓട്സ് ആണ് എടുക്കുന്നത്. ഇനി ഓട്സും ഒന്ന് കുതിർത്ത് വെക്കണം. അതിനാവശ്യമായിട്ടുള്ള സാദാ പച്ചവെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോഴേക്കും ഓട്സും നന്നായിട്ട് കുതിർന്ന് കിട്ടും. അപ്പോഴേക്കും നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ചട്നി തയ്യാറാക്കാം. തേങ്ങയില്ലാത്ത ചട്നിയാണിത്. അതിനായിട്ട് ചൂടായി വന്ന കടായിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. എണ്ണ ചൂടായി വന്നപ്പോൾ കട്ട് ചെയ്ത് വെച്ച സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഞാൻ ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത ഇഞ്ചിയും ഒരു കൊളുന്ത് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൂന്നും ഒന്ന് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുത്താൽ മതി. കളർ ചേഞ്ച് ആയിട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 3 വറ്റൽമുളകാണ്. നല്ല ഒരു കളർ കിട്ടാനും ചെറിയ ഒരു എരിവിനുമായിട്ട് വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകും ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കട്ട് ചെയ്തെടുത്ത തക്കാളിയാണ്. ഒരു സവാളക്ക് 2 തക്കാളി ആയിട്ട് വേണം ഈ ചട്നി തയ്യാറാക്കുമ്പോൾ ചേർക്കേണ്ടത്. അപ്പോഴാണ് ഇതിന്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എല്ലാത്തിൻ്റെയും പച്ചമണം മാറി വന്നാൽ മതി. നല്ലൊരു സോഫ്റ്റ് ആയിട്ട് കിട്ടിയാൽ മാത്രം മതി. അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഇത് തയ്യാറാക്കി എടുക്കാനും പറ്റും. ഇപ്പോൾ എല്ലാം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് പച്ചമണമൊക്കെ മാറിയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തണിയാനായിട്ട് മാറ്റി വെക്കാം. നന്നായിട്ട് തണിഞ്ഞതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം. തേങ്ങയൊന്നും ചേർക്കാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ചട്നിയാണിത്. നല്ല തിക്കായിട്ടുള്ള ചട്നിയാണ്. ഇനി ഇത് നിങ്ങൾക്ക് കുറച്ച് ലൂസാക്കണമെങ്കിൽ ജാറിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുത്താൽ മതി. ഒരു ചെറിയൊരു പുളിപ്പോട് കൂടിയിട്ടാണ് ഈ ചട്നി കിട്ടേണ്ടത്. അപ്പോഴാണ് ഇത് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. ഇനി നല്ലൊരു സ്മെല്ലും ടേസ്റ്റും കിട്ടാനായിട്ട് 1 ടീസ്പൂണ് കോക്കനട്ട് ഓയിലും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാം. അതിനായിട്ട് ആദ്യം തന്നെ കുതിർത്തെടുത്ത ചെറുപയറിന്റെ വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ സോക്ക് ചെയ്തെടുത്ത ഓട്സും വെള്ളത്തോട് കൂടി തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 1 പിഞ്ച് മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഈ വെള്ളം കറക്റ്റ് ആയിരുന്നു. ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് ഇത് അരച്ചെടുക്കണം. ഞാനിതിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ദോശമാവിന്റെ തിക്നെസ്സിൽ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണിത്. ഇനി ദോശക്കല്ല് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ചൂടായി വന്ന കല്ലിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുക്കുന്നുണ്ട്. നോർമൽ വെള്ളം കുടഞ്ഞു കൊടുത്തതാണ്. അപ്പോൾ ഇതിന്റെ ചൂട് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതിൽ ഒന്ന് ഓയിൽ ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇഷ്ടപ്പെട്ട വലുപ്പത്തിൽ ചുട്ടെടുക്കാം. ഞാൻ അധികം വലുപ്പത്തിലല്ല, ഒരു മീഡിയം സൈസിലാണ് ദോശ ചുട്ടെടുക്കുന്നത്. അതിനായിട്ട് 1/4 സ്പൂണ് മാത്രമാണ് ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ദോശ പരത്തിയെടുക്കാം. ഇനി നല്ല ഒരു ടേസ്റ്റും കഴിക്കുമ്പോൾ ഒന്ന് കടിക്കാനായിട്ടും കിട്ടാനായിട്ട് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ചെറുതായി കട്ട് ചെയ്തെടുത്ത സവാളയും ഗ്രേറ്റ് ചെയ്തെടുത്ത ക്യാരറ്റും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ നമുക്ക് ഊത്തപ്പം കഴിക്കുന്നതിൻ്റെ ആ ഒരു ഫീലിംഗ് കിട്ടും. നല്ല ടേസ്റ്റുമാണ്, ഹെൽത്തിയുമാണ്. കുട്ടികൾക്കും കാണാനും കഴിക്കുമ്പോൾ കാണാനും ഒരു ഭംഗി ഉണ്ടാക്കും. കുട്ടികൾക്കും ഇത് ഇഷ്ടപ്പെടും. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കുട്ടികൾക്ക് ഇങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി കൊടുക്കണം. അതുപോലെ വെയിറ്റ് ലോസിനൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ നമുക്കിത് ആഴ്ചയിൽ 3 ദിവസവും കഴിക്കാം. പിന്നെ ഫൈബർ കണ്ടന്റ് ധാരാളമായിട്ട് അടങ്ങിയത് കൊണ്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ പെട്ടെന്ന് വിശക്കുകയില്ല. നല്ല ഹെൽത്തിയുമാണ്. എല്ലാവരും ഒന്ന് ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം. 1/2 കപ്പ് ചെറുപയറിന് 1 കപ്പ് ഓട്സ് എന്ന രീതിയിൽ വേണം എടുക്കാൻ. ഇതിൽ നമ്മൾ ചോറോ വേറെ അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. ചെറുപയറും ഓട്സും മാത്രം കൂടി തയ്യാറാക്കിയിട്ടുള്ളതാണ്. പിന്നെ ഇതിന് ഉപയോഗിച്ചിട്ടുള്ള ചട്നി
നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയാണ്. ചെറിയൊരു പുളിപ്പോട് കൂടിയിട്ടുള്ള ചട്നിയാണ് ഈ ദോശക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഈ ദോശയും ചട്നിയും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്, സിമ്പിളുമാണ്. നമുക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഒന്ന് തയ്യാറാക്കാം. കുട്ടികൾക്കും നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റിവെക്കാം. അടുത്തതും ഇങ്ങനെ തന്നെ തയ്യാറാക്കാം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ട്, കണ്ടു നോക്കുക. താങ്ക്